ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കും പീഡനങ്ങൾക്കും ഇരയായ പ്രശസ്ത നാടക പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ സ്നേഹലത റെഡ്ഡിയുടെ ജീവചരിത്രവും പോരാട്ടവുമാണ് മിസ, അതായത് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന നാടകം പ്രമേയമാക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാളായി സ്നേഹലത മാറി അധികാരവർഗം പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും പ്രതിഷേധ ശബ്ദങ്ങളും അടിച്ചമർത്താൻ മിസ പോലുള്ള കറുത്ത നിയമങ്ങൾ എങ്ങനെ ഉപയോഗിച്ചുവെന്നും ഒരു കലാകാരിയും സ്ത്രീയും എന്ന നിലയിൽ സ്നേഹലത ആ അനീതിക്കെതിരെ എങ്ങനെയാണ് നിലകൊണ്ടതെന്നും ഒക്കെയാണ് ഈ നാടകം ദൃശ്യവൽക്കരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നവരെയും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെയും ഇന്നും ഭരണകൂടങ്ങൾ ഭയക്കുന്നുവെന്ന പ്രസക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നാടകം നൽകുന്നത്. ആരാണ് സ്നേഹലത റെഡ്ഡി? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ആളുകൾ സ്വയം നിങ്ങളെ തന്നെ ഓർത്ത് നിങ്ങൾ അങ്ങ് തല താഴ്ത്തും, അപലപിക്കും. കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത കന്നഡ നടി, സംവിധായിക, കന്നഡ സമാന്തര സിനിമയുടെ വക്താവ്, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരി എന്നീ നിലകളിൽ അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു സ്നേഹലത. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ 1976 മെയ്യിൽ സ്നേഹലതയെ മിസ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ബംഗളൂരു സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നു. വിചാരണയോ നീതിയോ കൂടാതെ മാസങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെട്ട അവർക്ക് കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. മിസ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട സ്നേഹലത റെഡ്ഡിയെ സെൻട്രൽ ജയിലിൽ അടച്ചപ്പോൾ അധികാരികൾ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് അവിടെ നടത്തിയത്. ജയിലിലെ വനിതാ വാർഡന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ മുന്നിൽ അവരെ പൂർണ്ണമായി നഗ്നയാക്കി പരിശോധിക്കുകയും ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തടവുകാരെ പൂർണ്ണമായി കീഴടക്കാനും അവരുടെ വ്യക്തിത്വത്തെയും അഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ തകർക്കാനും ഭരണകൂടം ഉപയോഗിച്ചിരുന്ന ക്രൂരമായ രീതികളൊന്നായിരുന്നു അത്. ഗുരുതരമായ ആസ്മ രോഗിയായിരുന്നു. എന്നിട്ടും ജയിലിൽ ഇരുട്ടും പൊടിയും നിറഞ്ഞ വൃത്തിഹീനമായ സെല്ലിലാണ് അവരെ അടച്ചിട്ടിരുന്നത്. മറ്റ് തടവുകാരുമായി സംസാരിക്കുന്നത് വിലക്കുകയും ചെയ്തിരുന്നു. ശുചിമുറി സൗകര്യങ്ങൾ പോലും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ക്രൂരമായ ഒറ്റപ്പെടുത്തലുകളിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു. നാടകത്തിലും ചരിത്രരേഖകളിലും ഭരണകൂട ഭീകരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഏറ്റവും ക്രൂരമായ ഏടായിട്ടാണ് ഈ സംഭവം ചിത്രീകരിക്കപ്പെടുന്നത്. ജയിലിലെ അതിക്രൂരമായ അന്തരീക്ഷവും പീഡനങ്ങളും അവരുടെ ആരോഗ്യം പൂർണ്ണമായി തകർത്തു. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് 1977 ജനുവരിയിൽ പരോളിലിറങ്ങി ദിവസങ്ങൾക്കകം അവർ മരണപ്പെടുന്നുമുണ്ട്.